കുഴിമന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് മസാല വറുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് ഫോർക്ക് വെച്ച് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ കുത്തി അല്ലാത്ത പോലും കുത്തി കൊടുക്കാം. നമുക്ക് മസാല ഇടാം. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണ്, അതൊരു ടീസ്പൂൺ ഇട്ടു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ പീസ് പട്ട, 4-5 ഗ്രാമ്പു, 3-4 ഏലക്കായ. ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ 2 കഷ്ണം മാഗി ക്യൂബും കൂടി പൊടിച്ച് ചേർക്കാം. ഇതിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം കൂടി മസാലകളൊക്കെ ഇട്ട് ചിക്കനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി നമുക്ക് പിടിക്കാം. നമ്മളിത് തേച്ച് പിടിപ്പിച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ. സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഓരോ പീസായിട്ട് പറക്കി വെക്കാം. അപ്പോൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് ഒഴിക്കണേ, ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ്. നമ്മൾ ആദ്യം ഹൈയിലാണ് വെച്ചിരുന്നത്, ഇപ്പോൾ അത് മീഡിയത്തിലേക്ക് ആക്കണം. അപ്പുറത്തെ സ്റ്റൗവിൽ നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചിക്കനൊന്ന് നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെയും തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൂടെ വേവിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കുതിർത്തി വെച്ച അരിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. നമുക്കിത് 80% വെന്ത് കിട്ടിയാൽ മതി. 1 പീസ് പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്കായ, കുറച്ച് ജീരകം, ഇതും കൂടിയും ഈ അരിയിലിട്ട് തിളപ്പിക്കാം. ചിക്കൻ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് വെന്ത് വെച്ച് ഇരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. റൈസ് ചോറ് എല്ലായിടത്തേക്കും ഒരുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പരത്തി വെക്കാം. ചിക്കൻ വേവിച്ചിരിക്കുമ്പോഴുള്ള കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ എണ്ണ ഇതിൽ ഒഴിച്ച് കൊടുക്കണം. ഇതാണ് കളർ പിടിക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഒഴിക്കുന്നത്. ഇത് ഓട്ടടക്കണം.